സതീഷ് ചെമ്പശ്ശേരിയാണ്. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഇവിടെ ഉള്ളത് നമ്മുടെ മണ്ണാർക്കാട് ചെർപ്പളശ്ശേരി റൂട്ടില് കോട്ടപ്പുറത്ത് കന്യാർക്കാവ് ഭഗവതി ക്ഷേത്രം അവിടെയാണുള്ളത്. ഒരു മനോഹരമായിട്ട് റോഡ് സൈഡിലുള്ള ഒരു ക്ഷേത്രമാണ്. ഒരുപാട് ചരിത്രം ഐതിഹ്യമൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ്. അപ്പൊ ചെറിയൊരു ക്ഷേത്രം, അവിടെ ഒരു വനദുർഗയുടെ ഉപദേവതയായിട്ട് വനദുർഗയും ഒക്കെ ഉള്ള കുറെ ചരിത്രങ്ങളൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ്. അപ്പൊ അതിന്റെ ആളുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ചരിത്രവും ഐതിഹ്യമൊക്കെ ഇവരോട് തന്നെ ചോദിക്കാം. അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ്. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം മറ്റുള്ള ദേശങ്ങളിലേക്കും മറ്റുള്ള ആളുകളിലേക്കും എത്താം. നമസ്കാരം. പേര്? എന്റെ പേര് ശിവശങ്കർ. ഇതിപ്പോ എങ്ങനെ കമ്മിറ്റി ജനങ്ങളുടെ നാട്ടിലെ ജനങ്ങളുടെ കമ്മിറ്റിയാണ്. ഇത് ഏകദേശം എത്ര വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രം? ഇതിന് ആധികാരികമായിട്ട് ഏകദേശം ഒരു 10-800 കൊല്ലത്തെ പഴക്കം ഉണ്ടാവുന്നതാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ വനദുർഗയുടെയാണ്. ഭദ്രകാളി വിധാനത്തിലാണ്. അത് ദുർഗയാണ്. മുകളില് വെള്ളം നനയണമെന്നാണ്. അതിനാണ് മുകളിൽ തുറന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെതായ ശക്തി എങ്ങനെയാന്ന് വെച്ചാൽ സരസ്വതി, പിന്നെ മഹാലക്ഷ്മി, ഈ ദുർഗടിയും കൂടി സമന്വയമായിട്ടുള്ള ഒരു ശക്തി വിശേഷ പ്രതിഷ്ഠയാണ് ഇതുള്ളത് അല്ലേ? ശരി. ഇതിന്റെ ഏകദേശം ഒരു ഐതിഹ്യം എന്ന് പറയാം ചുരുക്കത്തില്. ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഇത് വിശ്വകർമ്മരാണ്. അതായത് നമ്മുടെ ഇപ്പോ ജാതികളില് ഈ കൽപ്പണി, മരപ്പണി, ലോഹപ്പണി അവരുടെയാണ് ഈ അമ്പലം. അവർക്ക് പണ്ട് മറ്റുള്ള അമ്പലങ്ങളിൽ പ്രവേശനം ഇല്ലാത്ത കാലത്ത് ഇവിടെ ചെറുവഴമ്പത്ത് ഒരു മേനോന്മാരുടെ തറവാടുണ്ട്. അവര് കൊടുത്ത സ്ഥലത്ത് അവർക്കായിട്ട് ഒരു അമ്പലം പണിതാ. അന്ന് ഇതുപോലെ ബിൽഡിങ്ങുകളൊന്നുമില്ല. 4 ഭാഗം ചുമരുള്ള അതിന്റെ ഉള്ളിലൊരു പ്രതിഷ്ഠ. അതിന് നല്ലോ അങ്ങനെ ഓപ്പൺ ആയിട്ട് കടന്നിരുന്ന സ്ഥലം. അപ്പൊ ജനകീയ കമ്മിറ്റി വന്നതിന് ശേഷമാണ് ഇതിന് ശ്രീകോവിലുണ്ടായതും അതിങ്ങനെ ഒരു പൂജാവിധികളൊക്കെ വെച്ച് തന്ത്രിയൊക്കെ വന്ന് അങ്ങനെ കിടക്കാൻ തുടങ്ങി. ഞാൻ ഇവിടെ ഇപ്പൊ 17 കൊല്ലായി. ഇത് നമ്മുടെ അമ്പലത്തിന്റെ പ്രസിഡന്റാണ്. പേര്? അനിൽകുമാർ. ഇതിപ്പോ അങ്ങനെ ഒരു അവരുടെ ഇതിലായിട്ട് വന്നൊരു ക്ഷേത്രം. അതെ, അന്ന് അവരാ നടത്തിയിരുന്നത്. ഇപ്പൊ എല്ലാ ക്ഷേത്രങ്ങളും പൊതുജനങ്ങളെ എല്ലാ ജാതി മതത്തിൽപ്പെട്ടവരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാവരും വരാറുണ്ട്. എല്ലാവരും അവരെ കൊണ്ട് കഴിയുമ്പോഴുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഇപ്പൊ ഇത് നടന്നുകൊണ്ട് പോകുന്നത്. ജനകീയ കമ്മിറ്റിയാണ്. ഉത്സവങ്ങൾ നടത്താറുണ്ട്. ആദ്യമില്ലാത്ത ഉത്സവങ്ങൾ ഇപ്പൊ പൂരണ്ട്. മീനമാസം 2-ാം തീയതി കൊടിയേറി 14-ാം തീയതി പൂര ഉത്സവം. ആന ഉള്ളൂ, അധികം ആനകളില്ല. അമ്പലത്തിൽ തന്നെ കമ്മിറ്റി ഏർപ്പാട് ചെയ്യുന്ന ഒരു ആന. ആ ആനയെ കൊണ്ട് ഇവിടെ ഇതിന്റെ ഒരു മൂലസ്ഥാനുണ്ട്. തിപ്പിലിക്കോട് ശിവക്ഷേത്രത്തിന്റെ അടുത്ത്. അവിടെ രാവിലെ പൂരം ദിവസം നേദ്യം വെക്കണം, വിളക്കൊടുത്തണം. അവിടെ പോയി വെളിച്ചപ്പാടും ചണ്ടിയും മേളവും ആനയായിട്ട് അവിടെ അരി എറിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ വന്നിട്ട് ഇവിടെ തന്നെ കൂട്ടി ഇവിടെ കയറി ഇവിടെ സമാപിക്കും. അങ്ങനെ ഒരാനേ ഉള്ളൂ. അതിന്റെ ഇടയിൽ 1, 2, 3 ആനയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വർഷങ്ങളായിട്ട് ഏറ്റവും പ്രധാന ആഘോഷം പൂരം തന്നെയാണ്. പിന്നെ അവിടെ തന്നെ രാമായണ മാസം ആചരിക്കും. ഞാൻ വേറൊരു കന്യാർക്കാവിന്റെ വീഡിയോ ഇപ്പൊ ചെയ്തിരുന്നതാണ് ഇടയ്ക്ക്, പൊമ്പ്ര. അപ്പൊ അതുമായിട്ട് ബന്ധമുണ്ടോ ഈ ക്ഷേത്രത്തിന്? അതൊക്കെ അവിടെയുള്ളവർക്ക് കുറച്ചാണ്. ഇത് 2 വില്ലേജാണ്. ശ്രീകൃഷ്ണപുരം വില്ലേജിൽ ഒരു കന്യാർക്കാവ് ഉണ്ട്, മണ്ണമ്പറ്റ റോഡ്. ഇത് ഈ 2 വില്ലേജുകൾ. അവിടെ ഒരു കന്യാർക്കാവ്. അവിടെയും ഇതിലെ ആളുകൾ പണ്ട് അവർ തന്നെയായിരുന്നു. ഇപ്പൊ നാട്ടുകാർ കൂടിയ കൊടിമരമൊക്കെ വന്നു. വലിയ അമ്പലമായി, കുറച്ചുകൂടി വലിയ അമ്പലമായി. ഇതിപ്പോഴാണ് കുറേശ്ശേയും കൂടി ഇപ്പൊ ചുറ്റുമതിൽ കെട്ടുള്ളത് ഈ 3 മാസമായിട്ടേ ഉള്ളൂ. അങ്ങനെ കുറേശ്ശെ ആവുന്നുള്ളൂ. വരുമാനം കുറച്ച് സൗകര്യം. ഈ കോട്ടപ്പുറത്ത് ഏറ്റവും അധികം സൗകര്യമുള്ള സ്ഥലത്താണ് ഈ അമ്പലം നിൽക്കുന്നത്. കാരണം ഇവിടെ ബസ് നിൽക്കാം. ആളുകൾക്ക് തൊഴുതുകൊണ്ടിരിക്കുമ്പോഴേ ബസ് കണ്ട ഇവിടെ ആള് കണ്ട കയറി പോകും. ഇതിപ്പോ നമ്മള് പാലക്കാട് ജില്ലയില് ഇപ്പൊ മണ്ണാർക്കാട് നിന്ന് വരുന്ന ആളുകൾ കന്യാർക്കാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റോപ്പ്. മണ്ണാർക്കാട് നിന്ന് ചെർപ്പളശ്ശേരി, ഒറ്റപ്പാലം, പട്ടാമ്പി ബസ്സിൽ കയറി കന്യാർക്കാവില് അവിടുന്ന് ചെർപ്പളശ്ശേരിയിൽ നിന്ന് നേരിട്ട് ബസ് ഉണ്ട്. അതല്ല ഒറ്റപ്പാലത്ത് നിന്ന് നേരിട്ട് ബസ് ഉണ്ട്. പാലക്കാട് വരണവർക്ക് തിരുവാഴിയോട് വന്നിട്ട് മണ്ണാർക്കാട് ബസ്സിൽ ഇവിടെ. അതുപോലെ പ്രധാന വഴിപാടുകൾ എന്തൊക്കെയാ ഇവിടെ? വഴിപാട് ഇവിടെ ഇങ്ങനെ സാധാരണഗതിയിൽ ഉള്ള എല്ലാ അർച്ചനകളും ഉണ്ട്. പിന്നെ നിത്യപൂജയുണ്ട്. ദേവിക്ക് അതും വഴിപാടായിട്ടാണ്. ചുറ്റുവിളക്ക് നടക്കുന്നുണ്ട്. ത്രികാല പൂജയുണ്ട്. നിറമാലയുണ്ട്. പിന്നെ മറ്റുള്ള എല്ലാ വഴിപാടുകളും, ഒരുവിധം എല്ലാ വഴിപാടുകളും ദേവീക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന എല്ലാ വഴിപാടുകളും ഉണ്ട്. പിന്നെ ഗണപതി ഹോമൊക്കെ വേണ്ടതാണ്. പക്ഷെ ഇവിടെ ഗണപതിക്ക് സാന്നിധ്യം ഉണ്ടാവും. അയ്യപ്പനും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൊണ്ട് അതായിട്ടില്ല. ഭുവനേശ്വരി അപ്പുറത്തുണ്ട്. അതാണ് ഉപദൈവങ്ങൾ 3 മൂന്നെണ്ണാണ്.
ഗണപതിയും അയ്യപ്പനും ഭുവനേശ്വരി. അതിൽ ഭുവനേശ്വരുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. ആ, ഇത് ഇനിയിപ്പോ ഈ- നാലമ്പലത്തിന് തറക്കല്ല് ഇട്ടിട്ടുണ്ട്. ആ. ഇത് വരുമ്പോ അത് അവിടെയാണ് വരിക. അത് ശരി. അതിനൊക്കെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതെ. പിന്നെ ക്ഷേത്രങ്ങൾ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അതുകൊണ്ടാണ് കുറെ ഇതാവുന്നത് അല്ലേ? എല്ലാ അമ്പലത്തിലേക്കും ഈ ചില അമ്പലങ്ങളില് ഒരു പ്രധാന വഴിപാട് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങൾ ഇവിടെ കാര്യമായിട്ടുള്ള ഏത് വഴിപാട് ഭക്തിയോട് കൂടെ കഴിച്ചാലും കല്യാണം കഴിയാത്ത കുട്ടികളെ എനിക്ക് അനുഭവം ഉണ്ട്. 30 വയസ്സ് വരെ കല്യാണം കഴിയാത്ത കുട്ടിയും 6 മാസം ഇവിടെ മംഗല്യ പൂജ നടത്തിയപ്പോ കല്യാണം നടന്നു. അങ്ങനെ പലർക്കും പല കാര്യങ്ങൾ നേടിയത് അവരിവിടെ വന്ന് പറയുന്നുണ്ട്. നമ്മൾ പറയണതല്ല, മംഗല്യ പൂജ നടത്തിയിട്ട് കല്യാണം നടന്നിട്ടുണ്ട്. പിന്നെ കുട്ടികളില്ലാത്തവർ പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് കുട്ടികളുണ്ടായ ചരിത്രമുണ്ട്. എപ്പോ നോക്കിയാലും വളരെ ശക്തിയുള്ളതാണ് ഭഗവതി. വിളിച്ച് അപേക്ഷിച്ചാൽ വെളിപ്പുറത്ത് വരും. പക്ഷെ ഇതിന്റെ ശക്തി ഇവിടെയുള്ള പല ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. അറിയില്ല. അത് പല അമ്പലങ്ങളുടെ അതാണ് ഇവിടെ ഇരിക്കുന്നത്. ഏത് കാര്യത്തിലും ഇവിടെ ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ നേടിയ ആളുകൾ ഇവിടെ വന്ന് പറയാറുണ്ട്. ഇപ്പൊ ദൂര സ്ഥലത്തിൽ നിന്നൊക്കെ വഴിപാട് കഴിഞ്ഞാൽ അവിടെ അമ്പലം ഇല്ലായിട്ടല്ല. നമസ്കാരം. പേര് ശ്രീജിത്ത്. കമ്മിറ്റിയുള്ള ആളാണ് അല്ലെ? എന്താ നമ്മുടെ അമ്പലത്തെ കുറിച്ച് പറയാനുള്ളത്? അമ്പലത്തിനെ കുറിച്ചിട്ട് അങ്ങനെ റോഡ് സൈഡില് ഒരു വളർന്നു വരുന്ന ഒരു ക്ഷേത്രം. ശക്തിയുണ്ട്. ഇപ്പൊ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ മാതിരി ഒരാൾ പ്രാർത്ഥിച്ചിട്ട് ഒരാള് പ്രാർത്ഥിച്ചിട്ട് അനുഭവമാണ്. ഇവിടുന്ന് കോട്ടപ്പുറം എത്തുന്നതിന് മുന്നേ കാര്യം സാധിച്ചു എന്നുള്ളതാണ്. അതായത് ഒരു 100 മീറ്റർ പോകുമ്പോഴേക്കും കാര്യം സാധിച്ചു എന്നുള്ളതാണ് അല്ലെ? അത് വന്ന് പ്രാർത്ഥിച്ചു നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം. അതെ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് അടുത്ത് തന്നെ നിങ്ങൾക്ക് തന്നെയാണോ? അല്ലല്ല, വേറൊരാളുടെ പറഞ്ഞ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടല്ലേ? അപ്പൊ അത്രയും പവറുള്ള ഇതാണ്. ഞങ്ങക്ക് പിന്നെ ഉത്സവത്തിനും എല്ലാ കാര്യത്തിനും എന്തിനിറങ്ങി പുറപ്പെട്ടാലും നടക്കൂന്ന് ചിന്തിച്ചിട്ട് പോയി കഴിഞ്ഞാല്, അതായത് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കാനുള്ള സംഭവങ്ങള് ക്യാഷിന്റെ പൂരം ദിവസം ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അതിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഒരു സാമ്പത്തികമാണ് ഒരു പ്രശ്നം അല്ലെ? സാമ്പത്തിക ഒരു പ്രശ്നമാണ്. എന്തായാലും ഈ വീഡിയോ കാണുന്ന ആളുകള് അതേമാതിരി സംഭാവനയായിട്ടൊക്കെ സഹായിക്കട്ടെ. അതൊരു അമ്പലമായിട്ട് അല്ല, നമ്മളെടുത്ത അമ്പലങ്ങളൊന്നും മോശം വന്നില്ലേ? കാരണം അമ്പലങ്ങളിലൊക്കെ ഈ പരിപാടി എങ്ങനെ നടക്കും എന്നുള്ളത്. പക്ഷെ ആ ദിവസം ആയി കഴിഞ്ഞാൽ എല്ലാം ഭംഗിയായി ഞങ്ങൾ തുടങ്ങാം. പക്ഷെ സമാധിക്കുമ്പോ എല്ലാവരും പിരിച്ചുവിടാനുള്ള കാശ് എല്ലാം ഭംഗിയായിട്ട് അതൊരു നല്ലൊരു ഇതാണ്. ഞങ്ങള് ഒരു സ്പോൺസർ കിട്ടിയ കല്ലുകൊണ്ട് തുടങ്ങിയാണിത്. ഒരു 200 കല്ലുകൊണ്ട് ഇവിടുന്ന് ഒരു ലൈന് തുടങ്ങിയതാണ്. അത് ഇന്നലേക്ക് അതുവരെ എത്തി. നാളത്തെ കൂലി കൊടുക്കാൻ എന്താ ചെയ്യാന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഓരോരുത്തർ വന്നിട്ട് സംഭവന 3 ചാക്ക് സിമെന്റ് എന്താ ചെയ്യാന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ആൾ വന്നിട്ട് 5 ചാക്ക് സിമെന്റ് അങ്ങനെ തീർത്ത പണിയാണ്. അതായത് ഒരു സ്റ്റോക്കും ക്യാഷ് ഇല്ലാതെ 0 ബാലൻസിൽ അതുവരെ എത്തിയതാണ്. 2 ലക്ഷം രൂപയുടെ പണി ഇപ്പോ സ്റ്റാർട്ടിങ്ങില് ഫൗണ്ടേഷൻ മുതൽ അതുവരെ എത്തിയിട്ടുണ്ട്. എന്തായാലും സന്തോഷം. നമ്മുടെ തിരുമേനിയാണ് അല്ലേ? എവിടെ സ്ഥലം? ബീഹാർ അല്ലേ?